വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ, എന്നാലും ഒന്ന് കഴുകുന്നതല്ല. ഇത് വെച്ചൊരു ബർഗർ ഉണ്ടാക്കാൻ പോവുക. പഴത്തിൻ്റെ തൊലി കൊണ്ടാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം മനസ്സിലായില്ലേ കഴുകി എന്തിനാന്ന്. പഴം മാറ്റി വെച്ചിട്ട് തൊലി മാത്രം എടുക്കണം. സാധാരണ തൊലി കളഞ്ഞിട്ട് പഴം കഴിക്കലല്ലേ. ഇനി ഒരു ചേഞ്ച്. തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കണം. ആ സമയത്തിനുള്ളിൽ ബർഗറിന് ആവശ്യമുള്ള സാലഡ്സ് ഒക്കെ കട്ട് ചെയ്ത് വെക്കണം. തക്കാളി, കക്കിരി, സവാള ഇത് നിർബന്ധം, ബാക്കി ഓപ്ഷനിലാണ്. ബോയിൽ ചെയ്തെടുത്ത പഴത്തൊലി ചെറിയ ചെറിയ പീസാക്കി എടുത്തിരിക്കണം. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള, പച്ചമുളക്, കട്ട് ചെയ്ത് വെച്ച പഴത്തൊലി, ഒരു തക്കാളി, 2 മുട്ട, 3 സ്പൂൺ മൈദ, ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സോൾട്ട് ചെയ്തിടുക. ഇവയൊക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം പെപ്പറും ചില്ലി പൗഡറും സാൾട്ടും ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ബർഗർ പാറ്റി റെഡിയാക്കണം. 2 സൈഡും ബ്രൗൺ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ബർഗർ ബണ്ണിലേക്ക് കെച്ചപ്പ് തേച്ചതിന് ശേഷം ടൊമാറ്റോ, കുക്കമ്പർ, ഓനിയൻ, ലെറ്റസ്, മയോനീസ്, ബർഗർ പാറ്റി, ചീസ് എല്ലാം സ്റ്റെപ്പ് വൺ ആയിട്ട് വെച്ച് ബണ്ണ് ക്ലോസ് ചെയ്യണം. ബർഗർ സെറ്റായിരിക്കുകയാണ്. അടിപൊളി ബർഗറാണ്. വാവ്, നൈസ് ഹാംബർഗർ.